നമസ്കാരം. IPL 2025 മെഗാ താരലേലത്തിൽ ആരാധകരേവരും ഉറ്റുനോക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ കുടുംബ വഴക്കിലേക്കാണ്. IPL ചരിത്രത്തിൽ തന്നെ സംഭവബഹുലമായിരുന്ന ആ കുടുംബ വഴക്ക് അവസാനിക്കുമോ എന്ന ചോദ്യവും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. പുതിയ മാറ്റങ്ങളോടുകൂടി പുതിയ ക്യാപ്റ്റനാകുമോ മുംബൈ ഇന്ത്യൻസിന് ഉണ്ടാകുമോ എന്ന ചോദ്യവും ആരാധകരിൽ പ്രസക്തമാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് മടക്കിയെത്തിക്കുകയും രോഹിത്തിന് പകരം ഹാർദിക്കിനെ നായകനാക്കിയതുമൊക്കെ സംഭവബഹുലം തന്നെയായിരുന്നു. മുംബൈ ഇന്ത്യൻസിലെ ആരാധകർക്കിടയിൽ അടക്കം രണ്ട് വിഭാഗങ്ങളാക്കി ഇത് മാറ്റിയിരുന്നു. ഹാർദിക്കിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ അടക്കം ശക്തമായിരുന്ന സമയവും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ സീസണിൽ പുതിയ മെഗാ താരലേലത്തെ വരവേൽക്കുമ്പോൾ സൂര്യകുമാർ യാദവ് ആയിരിക്കുമോ മുംബൈ ഇന്ത്യൻസിന്റെ നായകൻ എന്ന ചോദ്യവും വളരെയധികം പ്രസക്തമാണ്. കാരണം T20 ക്രിക്കറ്റിൽ നായകനായ സൂര്യകുമാർ യാദവ് അരങ്ങേറിയിരിക്കുകയാണ്. അതുകൊണ്ട് നായകനാക്കിയ സൂര്യകുമാർ യാദവിനെ റീറ്റെയിൻ ചെയ്യുകയാണോ മുംബൈ ഇന്ത്യൻസ് ചെയ്യുക എന്ന ചോദ്യവും വലിയ രീതിയിൽ പ്രസക്തമാണ്. ക്യാപ്റ്റൻസി ഓഫറുകൾ പല ടീമുകളിൽ നിന്നും സൂര്യകുമാർ യാദവിന് ഉണ്ടെന്നുള്ള വാർത്തകൾ വളരെയധികം സജീവമായിരുന്നു. എന്നാൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിനെ വലിയ രീതിയിൽ പേരുണ്ടാക്കി കൊടുത്ത ഹാർദിക് പാണ്ഡ്യ എന്ന നായകനെയും മുംബൈ ഇന്ത്യൻസ് തള്ളിക്കളയാൻ സാധ്യതയില്ല. ഹാർദിക്കിനെ ചുറ്റിപ്പറ്റിയാണോ അതോ സൂര്യകുമാർ യാദവിനെ ചുറ്റിപ്പറ്റിയാണോ ടീം ഉണ്ടാക്കുക എന്ന ചോദ്യവും ആരാധകർക്കിടയിലുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് പ്രധാനമായും മുംബൈ ഇന്ത്യൻസ് ഉത്തരം നൽകേണ്ടത്. രോഹിത് ശർമ്മ ടീം വിടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വളരെയധികം സജീവമായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ് അടക്കമുള്ള ടീമുകൾ രോഹിത്തിനെ നായകനാക്കാൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകളും സജീവമാണ്. രോഹിത് ശർമ്മ ടീം വിടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ടീമുകളിലേക്ക് ആകുമെന്നുള്ള സാധ്യതകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പ്രധാനമായും 5 താരങ്ങളെയാണ് റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത. അതിൽ 3 ഇന്ത്യൻ താരങ്ങളും 2 വിദേശ താരങ്ങളും ഉൾപ്പെടും. ജസ്പ്രീത് ബുംറ ടീമിൽ ഉണ്ടാകുമെന്നത് 90% ഉറപ്പാണ്. സൂര്യകുമാർ യാദവോ ഹാർദിക് പാണ്ഡ്യയോ ചിലപ്പോൾ കൂടി ഉണ്ടാകും. മൂന്നാമത്തെ ഇന്ത്യൻ താരം ആരായിരിക്കും? 2 വിദേശ താരങ്ങളുണ്ടെങ്കിൽ ആ വിദേശ താരങ്ങൾ ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് മുംബൈ ഇന്ത്യൻസിന് ആരാധകർക്ക് ഉത്തരം നൽകേണ്ടത്. ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസ് കടന്നു പോകുന്ന സ്റ്റേറ്റ് വളരെയധികം പ്രസക്തമാണ്. പല ടീമുകളും കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സമയം കൂടിയാണത്. ഏത് താരങ്ങളെ കൈവിടും, ഏത് താരങ്ങളെ കൂടെ നിർത്തുമെന്നത് മുംബൈ ഇന്ത്യൻസിന് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ മാത്രമാണ് IPL താരലേലത്തെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ മുംബൈ ഇന്ത്യൻസിന് പുതിയ നായകൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഏറ്റവും വലിയ ചോദ്യമാണ്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായി അറിയിക്കുക.